ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈല ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. മക്കളെ എങ്ങനെ ഒരു പ്രോഗ്രാം പെട്ടെന്ന് റൈറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്കൊരു പ്രോഗ്രാം, ഇപ്പൊ പലർക്കും ഒരു ഡൗട്ട് ഉള്ള ഒരു കാര്യം തന്നെ, ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം വളരെ ടഫ് ആണെന്ന് തോന്നുന്ന ഒരു ഐറ്റം തന്നെയാണ് അല്ലെ. പക്ഷെ അത് വളരെ സിമ്പിൾ ആണ്. പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും സിമ്പിൾ ഐറ്റം വേറെ ഐറ്റം ഇല്ല. ആസ്വദിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമുക്ക് എന്താ ഈ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് നോക്കാം ഹൗ ടു റൈറ്റ് എ C++ പ്രോഗ്രാം. യെസ്, ഒരു എക്സാമ്പിൾ സാർ പറയുകയാണ്. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഫൈൻഡ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ. സർക്കിൾ റെക്ടാംഗിൾ ഏരിയ എന്താണ്? റെക്ടാംഗിൾ ഏരിയ എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം ആണ് അല്ലെ. എന്താണ് ഏരിയ ഓഫ് റെക്ടാംഗിൾ എന്ന് പറയുന്നത്? മക്കളെ L/B ആണ് മക്കളെ എന്ത് ഏരിയ ഓഫ് റെക്ടാംഗിൾ അല്ലെ, L/B. യെസ്, പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാല് 2 × L+B. 2 × L+B ആണ് മക്കൾ എന്ത് ഈ പെരിമീറ്ററിന്റെ നമ്മുടെ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ അല്ലെ. അപ്പൊ ഇത് രണ്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നമുക്ക് വേണ്ടത് അല്ലെ. യെസ്, ആദ്യമായിട്ട് നോക്കാം. പ്രോഗ്രാമിൽ ആദ്യം വേണ്ട എന്താണ്? ഹെഡർ ഫയൽ ആണ്. ഹെഡർ ഫയൽ എന്താണ്? ഹാഷ് ഇൻക്ലൂഡ് IOStream. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ C++ പ്രോഗ്രാമിന്റെ ഹെഡർ ഫയൽ. എന്താ മക്കളെ? ഹാഷ് ഇൻക്ലൂഡ് IOStream. ക്ലിയർ. നെക്സ്റ്റ് അടുത്തയാണ് മക്കളെ, നമുക്ക് എന്താണ്? നെയിം സ്പേസ് വേണം. നമ്മുടെ പ്രോഗ്രാമിംഗിൽ ഉപയോഗിക്കുന്ന നെയിം സ്പേസ് ഐഡന്റിഫയർ മക്കളെ STD ആണ്. സോ എന്താ മക്കളെ ഇവിടെ വെക്കാം? യൂസിങ് നെയിം സ്പേസ് STD. ക്ലിയർ. നെക്സ്റ്റ് അടുത്താണ് മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ മുതൽ മക്കളെ ഈ മെയിൻ ഫംഗ്ഷൻ മുതലാണ്. സോ ഇന്റ് മെയിൻ. ക്ലിയർ. കേളി ബ്രേസസ് ആർ ഓപ്പൺ ചെയ്തു അല്ലെ. ഓക്കെ, പിന്നെ ചെയ്യേണ്ടതാണ് വേരിയബിൾ ഡിക്ലറേഷൻ. വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ ഇക്വേഷൻസ് രണ്ടും കൊടുത്തേപ്പോണ്ട് A = L/B, P = 2 × L+B. അപ്പൊ ഇതിനകത്ത് വേരിയബിൾസ് ഏതൊക്കെയാണ് മക്കളെ? A, L, B പിന്നെ P. രണ്ട് വേരിയബിൾ ആണോ? അല്ല, രണ്ട് വേരിയബിൾ അല്ല, അതൊരു കോൺസ്റ്റന്റ് ആണ്. ഒരു വേരിയബിളിന്റെ കൂട്ടത്തിൽ കേട്ടോ. അപ്പൊ എന്താണ് വേരിയബിൾ എന്ന് പറയുന്നത്? വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനിപ്പോൾ 2 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അതിനൊരു മെമ്മറി ലൊക്കേഷൻ കാണും. അതിന് നമ്മൾ എന്താണ് ഒരു പേര് കൊടുക്കും. ഓക്കെ, നമ്മളൊരു പേര് കൊടുക്കും. സാർ എന്താണ് ഇപ്പൊ A എന്ന് കൊടുത്തു കേട്ടോ. അപ്പൊ അത്തരത്തിൽ ആ ഒരു പേരിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ എന്ന് പറയുക. ആ വേരിയബിളിന് അല്ലെങ്കിൽ ഐഡന്റിഫയറിനെ കുറച്ച് റൂൾസുകളുണ്ട്. പേര് കൊടുക്കണം, ചുമ്മാ കൊടുക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് ലെറ്റർ ആൽഫബറ്റ് കൊണ്ടോ അണ്ടർസ്കോർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഒരിക്കലും നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കുറച്ച് റൂൾസുകൾ സാർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഐഡന്റിഫയറിന്റെ റൂൾസിലോ ആ ഐഡന്റിഫയറിന്റെ സെയിം റൂൾസ് തന്നെയാണ് നമ്മുടെ വേരിയബിളിന്റെ പേര് കൊടുക്കുമ്പോഴും. അപ്പൊ അത് ഫോളോ ചെയ്യട്ടോ. യെസ്, അപ്പൊ ഇവിടെ വെക്കാം നമ്മുടെ ഈ ഐഡന്റിഫയറിന്റെ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള വേരിയബിൾസ് ഏതൊക്കെയാണ്? A, L, B, P. അപ്പൊ ഇതെല്ലാം ഏത് ടൈപ്പ് ആണ് മക്കളെ? ഇന്റ് എന്നാണ്. ഇന്റ് ടൈപ്പ് ആണ് അല്ലെ. ഇന്റ് ടൈപ്പ് ആണ്. സോ ഇന്റ് A, L, B, P. യെസ്, കുഴപ്പമില്ലല്ലോ. ആ വേരിയബിൾസ് എല്ലാം വേണമെങ്കിൽ ഇന്റ് കൊടുക്കാം, ഫ്ലോട്ട് കൊടുക്കാം, ഇഷ്ടമുള്ള കൊടുക്കാം. അല്ലാതെ ഇന്റ് തന്നെ കൊടുക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. സാറ് ഇന്റ് കൊടുത്തേക്കുന്നത് സാറേ എനിക്ക് ഫ്ലോട്ട് കൊടുത്തൂടെ? ഫ്ലോട്ട് കൊടുക്കാം. ഓക്കെ, ക്യാർ കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്പേഴ്സ് ആകുമ്പോൾ എപ്പോഴും ഇന്റ് അല്ലെങ്കിൽ ഫ്ലോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡബിൾ കൊടുക്കാം. യെസ്, നെക്സ്റ്റ് നമുക്ക് ഇനി അടുത്ത് എന്താ മക്കളെ? കമാൻഡ് വേണല്ലേ. എന്ത് വേണം? കമാൻഡ് എന്ന് പറയുന്നത് മക്കളെ, നമുക്കിപ്പം L-നും B-ക്കും വാല്യൂ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഏരിയ പിടിക്കാൻ പറ്റത്തുള്ളല്ലോ. അപ്പൊ L-നും B-ക്കും വാല്യൂ ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ അത് ഇൻപുട്ട് കൊടുക്കാനുള്ള കമാൻഡ് വേണ്ടേ? ഫോർ എക്സാമ്പിൾ നിങ്ങൾ ATM-ൽ പോകുമ്പോൾ ATM കാർഡ് ഇട്ടു, എന്റർ യുവർ 4 ഡിജിറ്റ് പിൻ നമ്പർ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് പിൻ നമ്പർ അടിക്കാൻ പറ്റത്തുള്ളല്ലോ. അതേപോലെ തന്നെയാണെങ്കിൽ ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു കമാൻഡ് വേണം അല്ലെ. അപ്പൊ എന്ത് വേണം? എന്റർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഓക്കെ, കമാൻഡ് കൊടുക്കാം. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എൻ്റർ ചെയ്യുക എന്ന് പറയുവാണല്ലേ. ദെൻ സീൻ കൊടുക്കുക. ഇൻപുട്ട് കൊടുക്കാനുള്ള കമാൻഡ് എന്താ മക്കളെ? ഇവിടെ നോക്കാം. L കൊടുത്തു, നെക്സ്റ്റ് B കൊടുത്തു. അപ്പൊ L-ഉം B ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞു. യെസ്, L-ഉം B ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞല്ല മക്കളെ? കൊടുത്തു കഴിഞ്ഞു. ഇനി പരിപാടിയൊന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. നമ്മുടെ ഇക്വേഷൻസ് ഏതൊക്കെയാ മക്കളെ? A എന്നാണ്. A = L × B, P = 2 × L+B അല്ലെ. 2 × L+B. യെസ്, ഓക്കെ, രണ്ട് ഇക്വേഷൻസ് കൊടുത്തല്ലോ. അപ്പൊ ഇവിടെ വെക്കാം. സി ഔട്ട് ഏരിയ ഈസ് എന്താണ് ഡബിൾ കോഡ്സ് കൊടുത്തതിന്റെ കാര്യം? നമ്മൾ ഡബിൾ കോഡ്സിൽ സി ഔട്ടിൽ കണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ അതേപോലെ ഡിസ്പ്ലേ ആയിട്ട് വരും. അപ്പൊ ഏരിയ ഈസ് കൊടുക്കുകയാണെങ്കിൽ ഏരിയ ഈസ് അതേപോലെ ഡിസ്പ്ലേ ആയിട്ട് വരും അല്ലേ. ഏരിയ ഈസ് വീണ്ടും
പുട്ടിറ്റ് ഓപ്പറേറ്റർ കൊടുത്തു. ദെൻ ഏത് വേരിയബിൾ ആണ് ഇതിന്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നത്? എയിലല്ലേ മക്കളെ? എയിൽ സ്റ്റോർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ലൈൻ നോക്കാം. നെക്സ്റ്റ് അടുത്ത എന്താ മക്കളെ? പെരിമീറ്ററിൽ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ വീണ്ടും CO2 കൊടുക്കാം. വേണമെങ്കിൽ ആ സെയിം CO2 കൊടുക്കട്ടോ. CO2 കൊടുത്തു. പെരിമീറ്റർ ഈസ് ഡബിൾ കോട്ട്സ് കൊടുത്തു. പെരിമീറ്ററിന്റെ വേരിയബിൾ എന്താ മക്കളെ? P അല്ലേ ഇവിടെ? അപ്പൊ P. വീണ്ടും പുട്ടിറ്റ് ഇട്ട് കൊടുത്തു. ക്ലിയർ? നെക്സ്റ്റ് എടുത്ത് നോക്കാം. റിട്ടേൺ 0 ക്ലോസ്. പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്താണ് ഒരു സിമ്പിൾ പ്രോഗ്രാം പെട്ടെന്ന് റൈറ്റ് ചെയ്യാൻ പറ്റും മക്കളെ കേട്ടോ. അപ്പൊ ഇതാണ് ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്ന വേ എന്ന് പറഞ്ഞാല്. പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുക. അപ്പൊ കൂടുതൽ വീഡിയോസിനും ഇൻഫർമേഷൻ എന്ത് ചെയ്യാം മക്കളെ? ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക മക്കളെ. ലൈക്ക് ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക മക്കളെ. എന്നിട്ട് കമന്റ് ബോക്സ് നിറച്ചു വിടുക മക്കളെ. അപ്പം ബൈ, സീ യു.